ന്യൂസ് മലയാളം ഈ വാർത്താ ദിനത്തിൽ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗിലേക്ക് തന്നെയാണ്. ആദ്യം റവന്യൂ കൃഷി വകുപ്പുകളുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് ആറന്മുള വിവാദ പദ്ധതിയിൽ സർക്കാരിന്റെ ദുരൂഹ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഐ.ടി. സ്പെഷ്യൽ സെക്രട്ടറി കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ച പദ്ധതിക്കായാണ് നീക്കം. ആറന്മുള വിവാദ പദ്ധതിയിൽ ഐ.ടി. സെക്രട്ടറിക്കെതിരെ മന്ത്രിസഭയിലും വൻ പ്രതിഷേധമുണ്ടായി. ഐ.ടി. സെക്രട്ടറിക്ക് പിന്നിൽ നിയമ ബാഹ്യ ശക്തികളോ എന്ന് അന്വേഷിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു. ഞങ്ങളൊക്കെ പറയും പോലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചാൽ മതിയെന്നും കൃഷി മന്ത്രി ന്യൂസ് മലയാളത്തോട് തുറന്നടിച്ചു. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും സെക്രട്ടറിമാരല്ലോ കേരളം ഭരിക്കുന്നത്. സെക്രട്ടറിമാർ ഞങ്ങളൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് അതിന് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. കേരളത്തിലൊരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമല്ല. നെൽവയൽ നികത്തിയുള്ള ഒരു വികസന പദ്ധതിയും ആറന്മുളയിൽ അനുവദിക്കില്ലെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വ്യവസായങ്ങൾ വരുന്നതിനെ CPM സ്വാഗതം ചെയ്യും. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന വ്യവസായം നിയമപരമായി വരണമെന്നതാണ് ഞങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആറന്മുളയിൽ വിമാനത്താവളത്തിന് ഉദ്ദേശിച്ച നെൽപ്പാടം, ആ നെൽപ്പാടമായിരുന്നു അന്നത്തെ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ നെൽപ്പാടത്ത് നെൽവയൽ നികത്തി ഒരു വ്യവസായം വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അതേസമയം ആറന്മുളയിൽ എവിടെയെങ്കിലും കരഭൂമി ഉണ്ടെങ്കിൽ അത് നിയമപരമായി അവർക്ക് കരഭൂമിയിലാണ് എല്ലാ വ്യവസായങ്ങളും വരുന്നത്. ആ കരഭൂമിയിൽ അവർ വ്യവസായം വരുന്നതിനോട് ഞങ്ങളതിനെ എതിർക്കുന്ന കാര്യമില്ല. ഞങ്ങൾ എതിർക്കേണ്ട കാര്യം എന്താ? ഗവൺമെൻറ് എതിർക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ. പദ്ധതി എന്ത് വില കൊടുത്തും എതിർക്കുമെന്നാണ് ആറന്മുള സമരസമിതിയുടെയും നിലപാട്. ഇവിടെ ഏതെങ്കിലും രീതിയിൽ പിൻവാതിലിൽ കൂടി ഈ തടസ്സപ്പെട്ടു പോയ പദ്ധതി വേറൊരു പേരിൽ പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായും പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകും. യാതൊരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ നടത്താനായിട്ട് ഈ ആറന്മുളയിലെ പൊതുസമൂഹം സമ്മതിക്കുകയില്ല. കൂടുതൽ വിവരങ്ങളുമായി VS അനു നമുക്കൊപ്പം ചേരുകയാണ്. അനു, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ബ്രേക്കാണ് ഈ വാർത്താ ദിനത്തിൽ നമ്മൾ പുറത്തുവിട്ടത്. നോക്കൂ, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള യോഗത്തിൽ എടുത്ത തീരുമാനം അട്ടിമറിക്കപ്പെടുന്നു. സർക്കാരിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരൊന്നും ഇക്കാര്യം അറിയുന്നില്ല എന്നുള്ളതാണല്ലോ മന്ത്രി പി പ്രസാദിന്റെ വാക്കുകളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഐ.ടി. സ്പെഷ്യൽ സെക്രട്ടറിക്ക് മാത്രം ഇങ്ങനെ ഒരു നീക്കം നടത്താൻ സാധിക്കുമോ? അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാനാവും? ബിനിൽ, ഏറെ ദുരൂഹവും അതുപോലെ തന്നെ അവ്യക്തവുമായ നടപടിയാണ് ഏതായിരുന്നാലും ഐ.ടി. സെക്രട്ടറിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവ റാവുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, അതായത് ചീഫ് സെക്രട്ടറി തല ഒരു യോഗം നടക്കുന്നു. അത് ഈ മാസം 10-ാം തീയതിയാണ് ആ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഈ സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് യാതൊരു തരത്തിലും പ്രയോജനമില്ലാത്ത, അതേസമയം ആറന്മുളയിലെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ജലലഭ്യതയടക്കം ബാധിക്കുന്ന ഒരു വിവാദ പദ്ധതി, ആ പദ്ധതിക്ക് അനുവാദം നൽകേണ്ടതില്ല, മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ചീഫ് സെക്രട്ടറി തല യോഗം തീരുമാനിക്കുന്നു. അതിൻ്റെ മിനിറ്റ്സ് അടക്കമാണ് ന്യൂസ് മലയാളം ഈ വാർത്ത നൽകുന്നത്. അത്രയും ആധികാരികമായിട്ടാണ് ഈ വാർത്ത നൽകുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ശേഷം പിന്നീട് ഈ പറയുന്ന ജൂൺ 30-ാം തീയതി പത്തനംതിട്ട കളക്ടർക്ക് ഐ.ടി. സെക്രട്ടറി ഒരു കത്തയക്കുകയാണ്. ഈ വിവാദ പദ്ധതിയിലെ സാധ്യത തേടിയിരിക്കുന്നു. അതായത് ഭൂമി ഏത് തരത്തിലുള്ള ഭൂമിയാണ്, കരഭൂമി എത്രയാണ്, ചതുപ്പ് നിലം എത്രയാണ്, 2008 മുമ്പ് തരം മാറ്റിയ ഭൂമി എത്രയാണ്, ഇങ്ങനെ ഈ സർക്കാരിൻ്റെ മുന്നിലുള്ള വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട്, ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ റിപ്പോർട്ടുണ്ട്. ഈ നിർദ്ദിഷ്ട 335 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് അതിൻ്റെ 90% ഈ വെറ്റ്ലാൻഡും അതുകൂടാതെ തന്നെ നെൽവയലുമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ, റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ ഈ ഫയലിലുള്ളതാണ്, സർക്കാരിൻ്റെ മുമ്പിലുള്ളതാണ്. അങ്ങനെ ഉള്ളപ്പോൾ വീണ്ടും എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തേടിയത് എന്നുള്ളതാണ് ഏറെ ദുരൂഹം. അതും ചീഫ് സെക്രട്ടറി തല കമ്മിറ്റി അല്ലെങ്കിൽ യോഗം ചേർന്ന് വേണ്ട എന്ന് വെച്ച ഒരു പദ്ധതി, ആ പദ്ധതിയിലേക്കുള്ള സാധ്യത തേടിയുള്ള ഒരു ദുരൂഹ നീക്കമാണ് ഇത് ഏതായാലും നടന്നിരിക്കുന്നത്. അതിൻ്റെ രേഖകളടക്കമുള്ള വാർത്തയാണ് ന്യൂസ് മലയാളം ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ബിനിൽ, അനു, ഇതിപ്പോൾ മന്ത്രിസഭാ അംഗങ്ങളും ഇതിലിപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണല്ലോ. മന്ത്രി പി പ്രസാദാണ് നമുക്ക് സൗണ്ട് ബൈറ്റ് നൽകിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ മതി ഉദ്യോഗസ്ഥർ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. CPIക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പുണ്ട് എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്.
അപ്പോൾ ഇത് വകുപ്പുകൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമായി നമുക്ക് ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? നിലവിൽ ഏതോ ഒരു തരത്തിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമല്ല. നമുക്ക് പി പ്രസാദ് ആണെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ഈ ആറന്മുള വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത അവിടെ നെൽവയൽ തണ്ണീർത്തടങ്ങൾ നികത്തിയുള്ള ഒരു പദ്ധതിക്കും ഒപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചയാളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന് മുൻഗാമിയായിട്ടുള്ള മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ സമാനമായ നിലപാട് എടുത്തയാളാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം അവിടെ സമരം ചെയ്തയാളാണ്. ബിനോയ് വിശ്വം ആയിക്കോട്ടെ, പി പ്രസാദ് ആയിക്കോട്ടെ, കെ രാജൻ ആയിക്കോട്ടെ, VS സുനിൽകുമാർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടാണുള്ളത്. അവിടെ നെൽവയൽ നികത്തിയുള്ള ഒരു പരിപാടിക്കും ഒരു പദ്ധതിക്കും കൂട്ടുനിൽക്കില്ല എന്നുള്ളത് CPI നേതാക്കളും മന്ത്രിമാരും പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചതാണ്. ഈ പറയുന്ന വിവാദ ഇലക്ട്രോണിക് ക്ലസ്റ്റർ യൂണിറ്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെതിരെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഈ ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ കൃഷി സെക്രട്ടറി ആയിട്ടുള്ള B അശോക് വളരെ കർശനമായ കൃത്യമായ നിലപാടെടുത്തു. ഒരു കാരണവശാലും ഈ ഭൂമിയിൽ ഒരു ഇങ്ങനെയുള്ള നിർമ്മാണം നടക്കാൻ പാടില്ല. കാരണം അവിടെ ഈ വിമാനത്താവളം തുടങ്ങാൻ വേണ്ടി ആലോചിച്ച സമയത്ത് അവിടെ നിലം നികത്തിയിരുന്നു. ആ നിലം നികത്തിയതിൻ്റെ ഫലമാണ് 2018 പ്രളയ സമയത്ത് ഏറ്റവും അധികം കൂടുതൽ നഷ്ടം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടത് ആറന്മുള ഭാഗമാണ്. അതിന് കാരണം പോലും ആ നിലം നികത്തലാണ്. അതുകൊണ്ട് അത് പാടില്ല. മാത്രമല്ല അവിടുത്തെ നിർദ്ദിഷ്ട ഭൂമിയുടെ 90% അത് നെൽവയലുകൾ ആണ്. മാത്രമല്ല കോഴഞ്ചേരിയിലെ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ ഈ പറയുന്ന ജലലഭ്യത ഈ പറയുന്ന പ്രദേശത്ത് നിന്നാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃഷി വകുപ്പ് നിലപാടെടുക്കുന്നു. റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറി പറഞ്ഞതാകട്ടെ, ഇത് വിവാദ ഭൂമിയാണ്. ഇവിടെ നേരത്തെ വിമാനത്താവളം വരാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. നിയമവകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വിയർപ്പോഹരി നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ITIL ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അവരുടെ വിയോജനം വരുന്നു. പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി വിയോജനക്കുറിപ്പ് പറയുന്നു. അങ്ങനെ വിവിധ വകുപ്പ് സെക്രട്ടറിമാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഏകകണ്ഠമായി ഡോക്ടർ A ജയതിലക് ചീഫ് സെക്രട്ടറി തല യോഗത്തിൽ അത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അതിന് മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കം ഇവിടെ ഇപ്പോൾ IT സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. ബിൽ ചോദിച്ച പോലെ ഈ ഒരു ബാഹ്യ ഇല്ലാതെ നടക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആരാണ് ഈ പദ്ധതിക്ക് താല്പര്യം? സംസ്ഥാന താല്പര്യത്തിന് എതിരില്ലാത്തൊരു പദ്ധതിയിലേക്ക് ആർക്കാണ് ഇത്ര താല്പര്യം എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയരുന്നത്. ബിനിൽ, വളരെ വ്യക്തമായ കാര്യങ്ങളാണ് അനു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അനു, ഒരൊറ്റ കാര്യം കൂടി, എന്തായാലും CPIയും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നെൽവയൽ തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ നികത്തിക്കൊണ്ട് ഒരു വികസന പദ്ധതിയും ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണല്ലോ. രാജു എബ്രഹാമിൻ്റെ സൗണ്ട് ബൈറ്റും നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശിക ഘടകം അല്ലെങ്കിൽ ആ ജില്ലാ ഘടകത്തിൻ്റെ എതിർപ്പും കൂടി വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ നിലപാടും അത് തന്നെയല്ലേ? തണ്ണീർത്തടങ്ങളും നെൽവയലുകളും നികത്തിക്കൊണ്ട് അങ്ങനെ ഒരു വികസന പദ്ധതി വേണ്ട എന്നുള്ളത് തന്നെയല്ലേ സർക്കാരിന്റെ പൊതു നിലപാട്? തീർച്ചയായും അങ്ങനെ ഈ പദ്ധതിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അനുകൂല നിലപാട് മന്ത്രിസഭ അല്ലെങ്കിൽ P രാജീവ് വ്യവസായ മന്ത്രി പറഞ്ഞിരുന്നു, നമ്മൾ കണ്ണടച്ച് എതിർക്കേണ്ടതില്ല, ഇത് പരിശോധിക്കട്ടെ. ഇങ്ങനൊരു അപേക്ഷ വന്നു, ഇതിൽ എത്രയാണ് ഭൂമി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നൊരു നിലപാട് P രാജീവ് എടുത്തിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ 2 തവണയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ അപേക്ഷ വന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വേണം. അദ്ദേഹം 7 കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് അദ്ദേഹം കുറിപ്പെഴുതുകയുണ്ടായി. അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന വിവിധ സെക്രട്ടറിമാരുടെ റിപ്പോർട്ട് വരുന്നത്. മാത്രമല്ല അതിനുശേഷം 2025 മാർച്ചിൽ അദ്ദേഹം മറ്റൊരു നിർദ്ദേശം കൂടെ നൽകി. അത് ചീഫ് സെക്രട്ടറി തല ധന, വ്യവസായ, നിയമ, കൃഷി, റവന്യൂ, പരിസ്ഥിതി സെക്രട്ടറിമാർ യോഗം ചേർന്ന് റിപ്പോർട്ട് നൽകണം, ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം പറയുന്നു. അങ്ങനെ ഒരു അസാധാരണമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായതായി നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷേ അങ്ങനെ വേണ്ട എന്നും തീരുമാനിച്ചൊരു പദ്ധതി
ദിക്കിലേക്ക് അതിൻ്റെ സാധ്യത തേടി IT സെക്രട്ടറി മറ്റൊരു കത്തയക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓക്കെ, ആ ഇടപെടലാണ് സംശയത്തിന്റെ മുൾമുനയിലേക്ക് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ IT സ്പെഷ്യൽ സെക്രട്ടറിയാണ് കളക്ടറോട് ഒരു റിപ്പോർട്ട് തേടി കത്ത് അയച്ചിരിക്കുന്നത്. അത് ചീഫ് സെക്രട്ടറി തല യോഗത്തിന്റെ ആ പൂർണ്ണ തീരുമാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലാണ് ആ കത്ത് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഏത് തലത്തിലുള്ള ഇടപെടലാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്? പ്രത്യേകിച്ച് മന്ത്രിസഭാ അംഗങ്ങൾ തന്നെ, അതായത് പി പ്രസാദ് തന്നെ പറയുന്നുണ്ട് ഇത് താൻ അറിഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ തങ്ങൾ പറയുന്നത് അനുസരിച്ച് ജോലി ചെയ്താൽ മതിയല്ലോ, സർക്കാരിൻ്റെ തീരുമാനം, സർക്കാരിൻ്റെ നയമാണല്ലോ ഉദ്യോഗസ്ഥർ നടത്തേണ്ടത് എന്ന വിധത്തിൽ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ആറന്മുള വിവാദ പദ്ധതിയിലെ ഈ അഡീഷണൽ IT സ്പെഷ്യൽ സെക്രട്ടറിയുടെ നിലപാടിനോട് ഒരിക്കലും യോജിക്കില്ലെന്നാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത്. കേരളത്തിലേത് ഉദ്യോഗസ്ഥ ഭരണമല്ല, ജനാധിപത്യ ഭരണമാണ്. നിയമത്തിനപ്പുറമുള്ള ശക്തികളാണ് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പി പ്രസാദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു.